ഗുഡ് മോർണിംഗ്. നമ്മൾ ഉറക്കമൊക്കെ കഴിഞ്ഞ് രാവിലെ എഴുന്നേറ്റു. വരിപ്പത്തുന്ന വീട്ടിലോട്ടോ വെച്ചേ അവനെ സൈഡിലോട്ട് ചേർന്ന് നിൽക്കുക. അപ്പോൾ നമ്മൾ നല്ലതായിട്ട് ഉറങ്ങിയോ? ഇന്നലെ കുറച്ച് നേരത്തെ ഉറങ്ങി, മാള് കൂടുതൽ ഉറങ്ങി. ചക്കിയോ? നല്ലതായിട്ട് ഉറങ്ങി. കുട്ടിയും ഉറങ്ങി. അപ്പോൾ പക്ഷേ ഞങ്ങളിന്ന് കുറച്ച് നേരത്തെ എഴുന്നേറ്റു കേട്ടോ. കാരണം ഇൻ കേസ് എന്തെങ്കിലും ഒരു ഇതോടെ വരുവാണെങ്കിൽ നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് പോകാം, നമുക്ക് പോകാം. അപ്പം പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങാം അല്ലേ? ഈ ആഴ്ച നമുക്ക് സ്കൂളിൽ നിന്നൊക്കെ ഒരു മെസ്സേജ്, അതായത് നമ്മൾ ഹോളി വീക്ക് എന്ന് പറയും ഈ ആഴ്ചയുടെ പ്രത്യേകത. സൈലൻറ്റ് വീക്കായിട്ടാണ് നമ്മുടെ സ്കൂളിൽ മെസ്സേജ് വന്നേക്കുന്നത്. അപ്പോൾ അത്രയും എന്താണ് സ്പെഷ്യലായിട്ടുള്ള ഒരാഴ്ചയാണ്. പക്ഷെ നമ്മൾ അങ്ങനെ ഭയങ്കര അടിച്ചുപൊളി എന്നുള്ള രീതിയിലല്ല, പക്ഷെ നമ്മൾ ഫാമിലിയിൽ മീറ്റ് ചെയ്യാനായിട്ട്, സിസ്റ്ററിനെ മീറ്റ് ചെയ്യാനായിട്ട് വീട്ടിലോട്ട് പോവാണ്. പെസഹ, ദുഃഖവെള്ളി, ഈസ്റ്റർ ഒക്കെ നമ്മൾ സിസ്റ്ററിൻ്റെ കൂട്ടത്തിലാണ്. ഓക്കെ, അപ്പം എല്ലാം റെഡിയാണ്. പോയി നോക്കാം ഇന്ന് എങ്ങനെയായിരിക്കും എന്ന്. വെള്ളം കുടിച്ചോ ചക്കി? വെള്ളം കുടിച്ചോ? കുരിശ് വരച്ചിട്ടിറങ്ങാം. ഇവർ ചിരിയാണല്ലോ. എല്ലായിടത്തല്ലോ അവിടെ ചെല്ലുമ്പം ഫുഡിൻ്റെ എന്തെങ്കിലും പറഞ്ഞ് നമുക്ക് ബൈൻ്റെ അകത്തോടെയാക്കാവേ. എന്തോ? ആ യെസ്, കയറിക്കകത്തേക്ക് കയറിക്കോ. കാർഡ് ഡ്രോപ്പ് ചെയ്തിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. അവർ പിന്നെ പോയിട്ട് ഇന്നലത്തെ അത്രയും എക്സൈറ്റ്മെൻ്റ് ഒന്നും ഇല്ല കേട്ടോ, അല്ലേ? ചെറുതായിട്ട് നിന്ന് നെർവസാണ്. പക്ഷെ നമുക്ക് നോക്കാം. എൻ്റെ കീ കൊടുത്തല്ലേ, എല്ലാം ഓക്കെ ആണോന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഈ ഉന്തുവണ്ടി എടുക്കണോ അപ്പാ? വെക്കാൻ പറ്റത്തില്ല അല്ലേ? സെയിം ഇന്നലെ ഇങ്ങനെ ലക്കിലൊക്കെ പറഞ്ഞു പോയതാ. തിരിച്ച് നമ്മൾ എന്തായിരിക്കും എന്നുള്ളത് അറിയില്ല. ടെൻഷനുണ്ടോ ചക്കി മാളു? ഫുള്ള് വെയിറ്റ്ലെസ് ആയിട്ടൊക്കെ ഫീൽ ചെയ്യാം. ഈ സമയത്ത് ഇവിടെ നല്ല തിരക്കായിരുന്നല്ലേ? അല്ല, നമ്മൾ ശരിക്കും പറഞ്ഞൊരു 1 hour early ആണെന്ന് തോന്നുന്നു. അങ്ങനെ ആ ഒരു ലെസൺ കൂടെ നമ്മൾ പഠിച്ചു. ലിഫ്റ്റിൽ പോയായിരുന്നു മാളു? ഇതാണോ ഫണ്ട്? ആണോ? എന്നാ പറഞ്ഞ സെയിം കാര്യം ഒന്നുകൂടി ചെയ്യണം. നമുക്ക് ഇന്ന് നേരെ നമുക്ക് കൗണ്ടറിലോട്ട് എല്ലാം. കാരണം മമ്മയ്ക്കും ബേബിക്കും ബോർഡിംഗ് പാസ് ഓൾറെഡി ഇന്നലെ കിട്ടിയായിരുന്നു. അപ്പോൾ നിങ്ങളുടെ ബോർഡിംഗ് പാസ് അവിടെ നിന്ന് കിട്ടുമോ എന്നുള്ളത് നോക്കട്ടെ. അങ്ങനെ അവസാനം ഇവിടെ നിന്ന് ഓക്കെ ആയി കിട്ടി. ഇനിയിപ്പം ഗേറ്റിലോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ്. ഇതും കഴിഞ്ഞ് ഇനി നമ്മൾ ബോർഡിങ്ങിലോട്ട് പോവാട്ടോ. ഓ ഓ കരയുന്നുണ്ടല്ലോ. ഓക്കേടാ, അതെടുത്ത് താഴേക്ക് വയ്ക്കപ്പം, താഴെ കൊണ്ടുവയ്ക്കത്. നമ്മൾ ഗേറ്റിലോട്ട് പോവാ. മമ്മ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. 49 അങ്ങോട്ടായിരുന്നു. യെസ്, അവിടെ നിന്ന് ലെഫ്റ്റ്. എപ്പോഴും ഇത് തന്നെയാണല്ലോ നമ്മുടെ എൻട്രൻസ്. ഓ, നാട്ടിൽ പോയപ്പോൾ ഇവൻ കയ്യിലായിരുന്നു. ജോണിക്കുട്ടീനെ എവിടെ ഇരുത്തിയ മമ്മ ഇട്ട് തരാം. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടയിൽ നിന്ന് ഇങ്ങനെ അന്നേരം താഴത്തെ ടൈറ്റ് ചെയ്യണം. പക്ഷെ ഇതെന്നെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനിതിൽ ചാടി പോലെ. പക്ഷെ അത് ടൈറ്റ് ചെയ്യുന്നില്ല. പറയണ്ടേ?
കുറച്ച് വലിയ പിള്ളേരെ ഇരിക്കുന്ന പോലെ അവന് ഇരിക്കാറായിട്ടില്ല. പുള്ളി ചാഞ്ഞിരിക്കുവാണെങ്കിൽ ഓക്കെ. അപ്പം നമ്മൾ നേരെ ഗേറ്റിലോട്ട്. നമുക്ക് ബ്ലൂബെറിയുടെ എന്തെങ്കിലും മേടിച്ചുകൊണ്ട് പോകണമെന്നുണ്ടായിരുന്നു. പക്ഷേ തപ്പിയിട്ടൊന്നും അങ്ങനെ ഒരു ഫ്ലേവർ ഒത്ത് കിട്ടുന്ന സംഭവങ്ങളില്ല. അവസാനം പിന്നെ നമ്മൾ തപ്പി ബ്ലൂബെറിയുടെ ഒരു ചോക്ലേറ്റ് കിട്ടി. ജാം, ജ്യൂസ് സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അത് നമുക്ക് ഹാൻഡ് ബാഗിൽ എടുക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ ചെയ്യാം. അപ്പം ഇനി നമ്മൾ നേരെ ഗേറ്റിലോട്ട്. ഇനി വൈകുന്നില്ല അല്ലേ? എല്ലാം സ്ട്രൈറ്റ്. തിരിച്ചിനി നമ്മൾ റൗണ്ട് അടിച്ച് പോകണം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നമ്മൾ കണ്ടായിരുന്നു. ഇതെന്നെ സംഭവം? കാർട്ടൂൺ ഫിന്നിഷ് ആൾക്കാരുടെ ഒരു ഫിൻലൻഡിൽ ഉണ്ടാക്കിയ ഒരു ടൈപ്പ് കാർട്ടൂൺ, ഭയങ്കര പോപ്പുലർ. അതിലെന്ത് ക്യാരക്ടർ അത്? ഇത് അതിന് പേരില്ല. പേരില്ലേ അതിന്? അതൊക്കെ ജസ്റ്റ് ഈ ബാക്ക്ഗ്രൗണ്ട് ക്യാരക്ടേഴ്സും ആണ്. നല്ല ക്യൂട്ടല്ലേ ഇതിൻ്റെ സെറ്റുകളൊക്കെ? ചേട്ടത്തി എനിത്തിങ്ങോട്ടും ഗോസിപ്പ് പറഞ്ഞുകൊണ്ട് പോകണോ? കൊച്ചിൻ്റെ സ്കൂഷിമെല്ലാം ചാടിപ്പോയത്. കൊച്ചി എത്ര ഡ്രീം ചെയ്ത് ഇഷ്ടപ്പെട്ട് മേടിച്ചായിരിക്കും അല്ലേ? എന്നിട്ട് ചാടിപ്പോയത് സങ്കടമായിരിക്കും. ഫ്ലൈറ്റ് ഓർത്തർ എല്ലാവരും ഓടിക്കൊണ്ട് പോയപ്പോഴായിരിക്കും കൊച്ചിൻ്റെ ചാടിപ്പോയതായിരിക്കും. ഏറ്റവും ചീപ്പസ്റ്റ് 20 euro എന്തൊക്കെയാണ്. ആശാൻ ഇവിടെ നിന്ന് ഉറങ്ങിപ്പോവോ? സുഖമായിട്ടിരിക്കുന്നുണ്ട്. നമ്മൾ ഗേറ്റ് 49 നമ്മൾ പോകുന്നത്. ഏർലി മോർണിംഗിൽ എഴുന്നേറ്റുകൊണ്ട് പാസ്പോർട്ട് നന്നായിട്ട് ഉറങ്ങാൻ മതിയുണ്ട്. ഫ്ലൈറ്റിലിരുന്നല്ലേ 49 ഒത്തിരി നടക്കുന്നുണ്ടാവും കേട്ടോ. തൊട്ടടുത്തെത്തി. കളിക്കുന്ന സ്ഥലമാണോ അത്? ആണോ? പിന്നെ ഒരു പാർക്ക് പോലെ സെറ്റ് ചെയ്ത് വെച്ചേക്കണം അകത്ത് കയറാതെ. പോകാൻ നീണ്ടത്തിരിക്കാമല്ലോ എന്ന് പറഞ്ഞാൽ ഊന്നെറി കയറുന്ന അടി വെച്ചത്. ഇത് കണ്ടില്ല, അതിൻ്റെ അകത്തോടെ പിള്ളേർ ഊർന്നിറങ്ങുന്ന അതിനകത്തോടെ കയറിയിട്ട്. ഇവിടെ ബെഞ്ചയിലിരിക്കാം. ഓക്കെ. ആരാ കിട്ടിയത്? കറഹുവാണ്. കറഹു ഏറ്റവും കറഹുവാണോ? ഇതിനകത്തോടെ കയറിയിട്ട് ഇതിലൂടെ ഊർന്നിറങ്ങണാണേ. അവനെ കയറ്റിയിരുത്തിക്കപ്പോൾ പക്ഷേ ഷൂസ് ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ഊർന്നിറങ്ങില്ല. അല്ലെങ്കിൽ നമുക്ക് ഗേറ്റിലോട്ട് പോവാം. ഇനി അടുത്ത റിസ്ക് എടുക്കാൻ നിൽക്കണ്ട, ടൈം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. സെയിം 1, 2 അതിൻ്റെ ഒരു വലിയ മോഡൽ വെച്ചേക്കുന്നതല്ലേ, ഗ്രീൻ കളറ്. നല്ല കേട്ടോ. സ്വീഡൻ മെയ്ഡായി ബാഗ്. പക്ഷേ നല്ല പിള്ളേർക്ക് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തതെന്നൊക്കെയാണ് പറയുന്നത്. കുറേ വർഷം നിൽക്കും അത്. അപ്പോൾ കുറേ വർഷമല്ല നിങ്ങൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ചെറിയ ക്ലാസ്സിന് മേടിച്ച് കഴിഞ്ഞാൽ അവർ സ്കൂൾ തീർന്നോടം വരെ എടുത്ത ആളുകൾ കൂടുതൽ യൂസ് ചെയ്യുന്നില്ല. ഇതിന് നല്ല ക്വാളിറ്റി ഉള്ളതുകൊണ്ടാണ്. പിന്നെ ഇത് ഹൈക്കിംഗ് ബാഗായിട്ടും യൂസ് ചെയ്യാം. അതുകൊണ്ട് ഫിനിഷുകാർ കൂടുതൽ നേച്ചർ ഫ്രണ്ട്ലി, ഫിനിഷ് എന്നല്ല, നോർഡിക് പീപ്പിൾ എല്ലാവരും തന്നെ അങ്ങനെയാണ്. അപ്പോൾ അവരിങ്ങനത്തെ സാധനമൊക്കെ ഹൈക്കിങ്ങിന് മുമ്പ് എടുക്കുകയും ചെയ്യും. 42 ആയത്. നമുക്ക് 1.5 മണിക്കൂർ മുന്നാണ് മറ്റേ ബോർഡർ കൺട്രോൾ അവിടെ ഓപ്പൺ ആവുള്ളൂ. അപ്പം ഒത്തിരി സമയമുണ്ട്, 1.5 മണിക്കൂറോളം ഉണ്ട് നമുക്കിനി. വാട്ടർ നമ്മൾ ബേബി ബോട്ടിലിൻ്റെ അരി ഓർത്തില്ല. എന്നിട്ട് നമ്മൾ വാട്ടർ ബോട്ടിലാണ് വെള്ളം എടുത്തത്. അത് അവർ ജസ്റ്റ് സ്ക്രീൻ ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ കയ്യിൽ തന്നു വിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ അപ്പുറം ചെല്ലുമ്പോൾ എങ്ങനെയാണെന്നറിയില്ല. യൂറോപ്യൻസിന് ഉണ്ടാകുന്ന ഇതിൻ്റെ പ്രത്യേകത അറിയാമോ മാളും? ഇങ്ങനെ വാട്ടർ ബോട്ടിലും എടുത്ത പ്രത്യേകത, ക്യാപ്പ് ഡിറ്റാച്ച്ഡ് ആയിരിക്കില്ല, അതിനകത്ത് തന്നെ ഇങ്ങനെ അറ്റാച്ച് ചെയ്തിരിക്കുമായിരിക്കും. അത് ഈ ചില ഷോർട്സൊക്കെ കാണാൻ പാടില്ല. ഇങ്ങനെ ആളുകൾ യൂറോപ്പിൽ നിന്ന് വേറെ കൺട്രീസിൽ ട്രാവൽ ചെയ്യുമ്പോൾ അവർക്കുണ്ടാകുന്നൊരു ഷോക്കെന്നും പറഞ്ഞ് ക്യാപ്പ് മുഖത്ത് ഞെക്കി പിടിച്ചുകൊണ്ട് ഒരു വെള്ളം കുടിക്കുന്നത്. സ്കൂട്ടി ഇവിടെ ഇവിടുത്തെ സ്കൂട്ടി ഒരു ബേറായിരുന്നു. ദൂരെ നോക്കിയപ്പോൾ ബേറിനെ വെക്കൊണ്ടിരിക്കാണ്ട് വെള്ളം വേണം. അടിപൊളി ഗ്ലാസ് നമ്മുടെ പുള്ളി ക്യാപ്പ് വായിക്കത്തുള്ളൂ.
അവന് സ്ലൈഡേ കയറുന്നുണ്ട്. ഒരിക്കും അമ്മ. അമ്മ അവരുടെ അടുത്ത് പോയിട്ട് ചക്കി ഹെൽപ്പ് കൂടെ മാറ്റിരുത്തിക്കോ, ആള് വരും. അത് ഞാൻ അവനെ ഇത് ഇവിടെ ജാമായിട്ട് പെരുന്നേരത് അപ്പുറത്തോടെ അപ്പുറത്തോടെ. വാ. തല ഇടിക്കുവോ? ഉണ്ട് മോളു, വിശക്കുണ്ടോ? എന്തെങ്കിലും മേടിച്ചോ? വിശക്കുന്നുണ്ടെങ്കിൽ പിന്നെ ഒന്നും വേണ്ടാത്ത കഴിക്കാനും തോന്നുന്നില്ല. എല്ലാം കഴിഞ്ഞ് ഫ്ലൈറ്റ് കയറിയാലോ ആശ്വാസമുള്ളൂ. സുന്നന്തായി ആണോ വിർപ്പ് ചെയ്യുന്നത്? പപ്പ അങ്ങനെ പറഞ്ഞായിരുന്നു. എസ്കുട്ടിക്കം കാണുന്നവരൊക്കെ നീ പപ്പാന്ന് വിളിക്കുന്നത് എന്തിനാടാ? പപ്പ കേൾക്കണ്ട കേട്ടാ. എസ്കുട്ടാ പപ്പേനെ നോക്കുന്നത് എന്തിനാ? പപ്പ എവിടെയാ? പപ്പ എവിടെയാ? ആണോ? ഗ്രീനായിട്ട്. ഇത് പക്ഷെ പുതിയ സംഭവം ഒരു പണിതാണ്. കഴിഞ്ഞ പ്രാവശ്യം ഇതില്ലായിരുന്നു. അമ്മ ഫോണിൽ പപ്പേനെ വിളിച്ചോണ്ടിരിക്കുക. ഒരു മിനിറ്റ്, ബോർഡർ കൺട്രോൾ ഓപ്പൺ ആയിട്ടില്ല. അപ്പോൾ ഇന്നെങ്കിലും കയറി പോകാൻ പറ്റിയില്ലെങ്കിൽ ബസ്സും പിടിച്ച് തിരിച്ചു പോരാന്നാണ് പറഞ്ഞത്. അപ്പം ബോർഡർ കൺട്രോൾ ഓപ്പൺ ആയേ. ഇനി നമ്മൾ അത് കഴിഞ്ഞിട്ട് വേണം ഗേറ്റിലോട്ട് പോകാനായിട്ട്. അങ്ങനെ ബോർഡർ കൺട്രോളും കഴിഞ്ഞല്ലേ. ഇനി എഡിൻബറയിൽ അവർ പുറത്തേക്ക് ഇറക്കി വിടുവോ മാളു? യു കെയിലോട്ട് അവിടെ ബ്രിട്ടീഷ് ഇംഗ്ലീഷ് അറിയോ? എങ്ങനെയാ പറയുന്നത്? ബ്രിട്ടീഷ് ഇംഗ്ലീഷ് അറിയോ മാളു? എന്നാ പറയുന്നത്? ഒരു ലൈൻ പറയാം. ഏത് കാര്യത്തെ കുറിച്ച് എനിക്കത് ചക്കി ഒരു പറഞ്ഞു തന്നു പറ്റിയ. ഓക്കെ, ഡു വി ഹാവ് എനി തിരക്ക് ഒത്തിരി കുറവാട്ടോ. ആരും തന്നെ ഇല്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. ഒത്തിരി തിരക്ക് കുറവാണ്. ഹോളി വീക്ക് ആയതുകൊണ്ടേ. ആ പക്ഷെ അവിടെ നിന്ന് നമ്മൾ നോക്കിയപ്പോൾ തൊട്ടടുത്തുള്ളവരോ തോന്നിയേ. പക്ഷെ പക്ഷെ നമ്മൾ കുറേ നേരമായി. നമ്മുടെ ഫ്ലൈറ്റ് 6:50. ഇൻ്റർനാഷണൽ ഗേറ്റ് 37 തൊട്ട് 60 വരെ ഉള്ളതാണ് ബോർഡർ കൺട്രോളിൽ നിൽക്കേണ്ടവർ. അപ്പോൾ അതിൽ ഏറ്റവും ആദ്യത്തെ ഫ്ലൈറ്റ് നമ്മുടെ ഫ്ലൈറ്റാണ്. ഗേറ്റ് 49 നിന്ന് ഏറ്റവും ആദ്യത്തെ ഫ്ലൈറ്റ് പോകുന്നത്. ഏരിയയാണോ? നല്ല രസമല്ലേ? മറ്റേ ബോട്ട് പോലെ, സെയിൽ ബോട്ട് പോലെയല്ലേ? പായ്ക്കപ്പലിൻ്റെ ഒരു സെറ്റപ്പിൽ കുഞ്ഞു കുഞ്ഞു മൗണ്ടൻസ്. യെസ്, അതാണ് കറക്റ്റ്. ചാർജിങ് പോട്ടൊക്കെ ആയിട്ട് പറഞ്ഞേ. ഫൈനലി 48 അതിൻ്റെ തൊട്ടപ്പുറം 49. നല്ല നാച്ചുറലായിട്ടുള്ള ഫർണിച്ചറുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഉണക്കത്തടിയാണ് പോളിഷ് ചെയ്ത് വെച്ചേക്കുന്നുണ്ടോ. മൗണ്ടൻസ് എന്ന് പറഞ്ഞത് കറക്റ്റ് ആട്ടോ. നേച്ചറിനോട് ചേരുന്ന പോലെ തന്നെ ഉണക്കത്തടിയൊക്കെ ഇങ്ങനെ ഫർണിച്ചർ പോലെ കട്ട് ചെയ്ത് വെച്ചേക്കുന്നുണ്ടോ. ക്യാപ്സിക്കം കൊണ്ട് ഇഷ്ടപ്പെട്ടില്ലേ? ക്യാപ്സിക്കം അല്ല, ഇച്ചിരി എന്നതാണ്? ഗൂഫിയോ? അതിൻ്റെ അർത്ഥം വിയർഡാന്നോ? ഓഹോ, ഞാൻ നമ്മളുടെ വ്ളോഗ് ഇതുവരെ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. മറ്റേ നമ്മൾ ഇന്നലെ ഗേറ്റിലോട്ട് പോയ വീഡിയോ ഉള്ളു. അത് കഴിഞ്ഞ് എന്നിട്ട് മൊത്തം സ്ട്രെസ്സായിരുന്നു. തിരിച്ചു പോയപ്പോൾ പിന്നെ ഷോക്കായി പോയി. ഷോക്കിന്ന് ഇതാ ഈ ഗേറ്റ് ആണ് എയർപോർട്ടിന്റെ ഏറ്റവും ലാസ്റ്റത്തെ ഗേറ്റ്. ഫുൾ എൻഡാ. നമ്മൾ ഫുൾ എയർപോർട്ട് നടന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട്. ആശാന ഇപ്പോഴും നല്ല ഉറക്കം. അവൻ ഉറങ്ങട്ടെ, മാക്സിമം ഉറങ്ങട്ടെ. ഫ്ലൈറ്റേ കയറുമ്പോൾ അങ്ങനെ എടുത്തുകൊണ്ട് കയറാം. ഓക്കെ, സെറ്റാണല്ലോ അല്ലേ? ബോർഡിംഗ് പാസും പാസ്പോർട്ടൊക്കെ ആയിട്ട്. മാളുവിൻ്റെ സെക്കൻഡ് പാസ്പോർട്ടാണ്. തേർഡ് വൺ നമ്മൾ ട്രിപ്പ് കഴിഞ്ഞ് വരുമ്പോഴേക്കും വരും. കാരണം ഇത് ജൂണിൽ എക്സ്പയർ ആവും. അപ്പോൾ പഴയ പാസ്പോർട്ട് എന്നാ ചെയ്യും? കളയും. വേസ്റ്റ് കളയും.
അതായത് അത് പിന്നെ യൂസ് കിട്ടാ തരാം പുതിയത് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ പഴയത് എന്റെ ആദ്യത്തെ നിങ്ങൾ കളഞ്ഞോ ഓൾറെഡി അത് വാലിഡ് അല്ല. പിന്നെ മെമ്മറി ഇരിപ്പുണ്ട്, വീട്ടിലിരിപ്പുണ്ട്. ഇത് കാണണം. മാള് ബോർഡിങ് തുടങ്ങി. എഴുന്നേറ്റ് ബാ. ഓ മൈ ഗുഡ്നസ്. എല്ലാം നല്ല ഉറക്കോടെ നമ്മളിങ്ങനെ നേരെ ഗേറ്റിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. നമ്മളങ്ങനെ ബോർഡ് ചെയ്യുവാണ്. കുട്ടിക്ക് നമ്മൾ ബെൽറ്റ് ഇടണ്ടേ? കുട്ടി ഓർമ്മയുണ്ടോ കഴിഞ്ഞ പ്രാവശ്യം ബെൽറ്റൊക്കെ ഇട്ടിരുന്നത്? അത് പിന്നെ ശരിക്കും കയ്യിൽ വട്ടം പിടിക്കേണ്ട പരിവായിരുന്നു. ഇങ്ങനെ കുട്ടിയുടെ ബെൽറ്റ് ഇട്ട് നേരെ ഇരുന്നേക്കും. ഇവിടുത്തെ സകല ഷോപ്പ് ചെയ്യാൻ പോകണോ? ചക്കി മമ്മയുടെ അടുത്ത് ഏശക്കുട്ടി നമ്മുടെ മടിയിൽ, മാളി ചേച്ചി 19 സീറ്റ് നമ്പർ 19 മാളി ചേച്ചിയുണ്ട്. എഡിൻബ്രോ ഇൻസ്ട്രക്ഷൻസ് പറഞ്ഞു കൊടുക്കുകയാണ് ഏശക്കുട്ടി. Finnair-jäsenenä voit käyttää viestisovelluksia ilmaiseksi koko lennon ajan koneen internet-yhteyden kautta. Jäsenenä saat myös alennuksen muista internetpaketeista. അതിനെന്താ പറയുന്നേ? Jos et vielä ole Finnair Plus-jäsen, ഉറങ്ങിക്കോട്ടെ ചെക്കി. apps for free throughout the entire flight with the onboard internet connection. Plus, you get a discount on our other. ഡി-ഐസിങ് ചെയ്യുന്നുണ്ടോ? ഇതുണ്ടോ മെഷീനും കൊണ്ട് ഇവിടെ ഒരു ഡി-ഐസിങ് ചെയ്യുന്നത്. അത് ചെയ്തിട്ടാ പോകുള്ളൂ. വിൻ്റർ ടൈമിലും കോൾഡ് രാജ്യങ്ങളിലും നോർഡിക് സൈഡിലൊക്കെ ഇങ്ങനെയാണ്. കുറേ നേരമായിട്ട് അതിൻ്റെ അടിയിലിരുന്ന് ഭയങ്കര പരിപാടിയാണ്. വാങ്ങിയില്ല കേട്ടോ, വെള്ളം മാത്രം മതി. ചക്കിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞു. മാള് ഉറങ്ങോ? കുട്ടിക്കാണ് ഉറക്കം വരാൻ തുടങ്ങി. നല്ല ക്ലിയർ വെതർ കേട്ടോ. നമ്മൾ എഡിൻബ്രോ സ്കോട്ട്ലൻഡിലെത്തി. ഇനിയിപ്പോൾ ലാൻഡ് ചെയ്യാൻ പോവാണ്. നല്ല രസമുണ്ട് കാണാൻ, നേരിട്ട് കാണാൻ. നല്ല മേളിൽ നിന്ന് കാണാൻ നല്ല ഭംഗി, നല്ല ക്ലാരിറ്റി ഉണ്ട്. മെസ്സക്കൂട്ടിന് നല്ല ഉറക്കം വരുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ അവൻ ഉറങ്ങിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ലാൻഡ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ വലിയ പാടായിരിക്കും. ഉറങ്ങോടെ ഉറങ്ങട്ടെ. പിന്നെ പാല് കൊടുത്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ചെവി അടഞ്ഞ് പ്രഷറിൻ്റെ വേദനയും വരുന്നില്ല. Turvavyömerkkivalon. Ja olethan varmainen, kun avaat matkatavarahyllyn, ettei tavaroita putoa. Voitit ottaa lentotilan pois päältä mobiililaitteistasi. Finnairin ja One World Alliancein puolesta toivon, että viihdyt. Warm welcome to Edinburgh. Please remain seated and keep your seatbelt fastened until our captain switches the signs off. കുട്ടി എൻ്റെ തോളത്ത് കിടന്ന് ഉറങ്ങുക. ഇത് മാളൂരും ചക്കിക്കും പണിയായി. ബാക്കി ചുമന്നുകൊണ്ട് കിടക്കാം. ഇട്ട് പോയിക്കൊണ്ടിരിക്കും കേട്ടോ. ഇനി ഒത്തിരി നേരം എടുക്കില്ല. ഇവിടുന്ന് ഒരു 1 hour ഇനി കാറിൽ ഡ്രൈവ് ചെയ്ത് എയർപോർട്ട്. എങ്ങനെയുണ്ടായിരുന്നു മാളു ചക്കി യാത്ര? കുഴപ്പമില്ലായിരുന്നു. ഞാൻ കുറേ നേരം ഉറങ്ങുമായിരുന്നു. ആണോ? ചക്കിക്കോ? പാടായിരുന്നു. ആണോ? എസ്കുട്ടിന് തന്നെയാണ് നല്ല ഉറക്കമാണ്. അപ്പം നമുക്ക് പോകാനുള്ള വണ്ടി അറേഞ്ച് ചെയ്തേക്കുന്നത് കുറച്ച് ലേറ്റ് ആവും. അപ്പോൾ നമ്മളതുകൊണ്ട് ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ 3 വർഷം മുന്നായിരുന്നല്ലേ, അന്നേരം റോഡ് ട്രിപ്പായിരുന്നു. നമ്മൾ റോഡിലൂടെയുള്ള വ്യൂ കണ്ട്, ഇന്ന് മേളിൽ നിന്നുള്ള വ്യൂ ഒക്കെ കണ്ട് വന്ന് ലാൻഡ് ചെയ്തു. എന്നാലും ലൈനടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു.
വെച്ചേ അറിയോ? കറിയുടെ വേണ്ടോന്ന് ആലോചിച്ചിരിക്കണോക്കേ. ഇല്ലേ ആ ബീച്ചിലും എന്നോട് എന്ത് ഉണ്ടെന്ന് പറഞ്ഞോ? രണ്ടുപേരും ഇവിടെ ഉള്ള ആള്. മൂത്താളെവിടെ? ചേട്ടൻ എവിടെ പോയി? ചേട്ടൻ സ്കൂളിൽ പോയി. ഇവിടെ 3 പേര്. ഒരാൾ ഇവിടെ മിഷിങ്ങാട് വെച്ചോണ്ട് ഇഡ്ഡലി, സാമ്പാർ, ചമ്മന്തി, പിന്നെ സ്വീറ്റ് പൊറോട്ട. ഇൻ കേസ് പിള്ളേർക്ക് വർക്കൗട്ട് ആയില്ലെങ്കിൽ സ്വീറ്റ് വെച്ചേക്കുവാണ്. ഇനി അന്യായ പരിപാടികളുണ്ട്. അതെ, പെസഹാവ്യാഴത്തിൻ്റെ ഇനി അപ്പം ചൂടാനുള്ള പരിപാടികളൊക്കെ കിടപ്പുണ്ട്. ഒറ്റയ്ക്ക് ഓടിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പം വന്ന ക്ഷീണമൊന്നും കാണാനുള്ള സമയമില്ല. കാരണം ഉടനെ തന്നെ ഞായറാഴ്ച തന്നെ തിരിച്ചു പോകാനും ഉള്ളതാണ്. നല്ല പതുന്നുള്ള ഇഡ്ഡലി കേട്ടോ. അടിപൊളി ഇഡ്ഡലി. നല്ല അടിപൊളി തേങ്ങ ചമ്മന്തി കഴിച്ച ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമുക്ക് പോവാം, പുറത്തു പോവാം. അല്ല നീ എന്നാ എന്നോട് പോയി കിടന്നാലോ? പോയി കിടക്ക, ഒരു അരമണിക്കൂർ പോയി കിടക്ക. പക്ഷെ നീ തന്നെയല്ലേ ഞാൻ കൂടെ ഇത് ചെയ്യാം. അല്ല, ഉഴുന്ന് വറക്കാൻ ഞാൻ മാത്രം വരാൻ മതിയല്ലോ. അപ്പൊ ഉണ്ടാക്കാൻ നേരത്തെ കുഞ്ഞേച്ചിനെ വിളിക്കാം. പെസഹായതുകൊണ്ട് പാല് കാച്ചാൻ പുതിയ പാത്രം നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ കയ്യിൽ പെട്ടി അല്ലാണ്ട് കയ്യിൽ കൊണ്ടുവരാൻ ചുമ്മിക്കൊണ്ട് വരാൻ പറ്റുന്ന ചട്ടിയും കലമൊക്കെ ആയിട്ടോടി. ഒക്കേഷനിൽ മാത്രം കളർഫുൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചേരെ അലമാരിയിലോട്ട്. പാലുണ്ടാക്കാം, പുത്തൻ പാത്രം. നമ്മള് ഇവിടെ വന്നു കഴിഞ്ഞപ്പോ കണ്ടൊരു വലിയ സംഭവമാണ്. മിക്ക വീടുകളിലും ഇങ്ങനെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇതുപോലൊരു കുഴല്, അതിൻ്റെ അകത്തു നിന്ന് പുക പോകും കേട്ടോ. ഒന്നുകൂടെ വിട്ടേടി, ഒന്നുകൂടെ പുക വിട്ടേ. നീ വിട്ടതല്ലേ? ആണോ? അത് യാത്രാക്ഷീണം കൊണ്ടാന്ന് തോന്നുന്നു. ഞാൻ പോയെന്നാ റെസ്റ്റ് എടുക്കട്ടെ. അറിയത്തില്ല, ഞാൻ നോട്ടീസ് ചെയ്തേക്കുന്നത് നമ്മളിവിടെ ടാപ്പ് തുറക്കുമ്പോഴൊക്കെ തോന്നുന്നു. കണ്ടോ? പോകുന്നുണ്ടോ? ആ അതെ കണ്ടോ. ഇതാണ് നമ്മളിങ്ങോട്ട് വരുന്ന വഴിക്ക് ഇങ്ങനെ പോകണുണ്ടായിരുന്നു. ഏതോ വീടിന്റെ ഫ്രണ്ടിലോട്ട് ഒരു ചിമ്മിനിക്കുഴലിൽ നിന്ന് ഇങ്ങനെ നല്ല ഫാസ്റ്റ് ആയിട്ട് പോകുന്ന പോലെ ഓർത്ത് തന്നെ. അതിന്റെ പറയായിരുന്നേ, അവളെ ഇന്ന് വീഡിയോയിൽ കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല. കാരണം ഇന്നലെ വരുമെന്ന് വിചാരിച്ചു. ഇന്നലെയാണ് മേക്കപ്പ് ഒക്കെ ഇട്ട് നല്ല സുന്ദരിയായിട്ട് എന്തോ ഉറപ്പില്ലാത്തോണ്ട് ഒന്നും ചെയ്തില്ല. ഫിൽറ്റർ ഇട്ട് കണ്ടോ? പറഞ്ഞ എല്ലാം വേസ്റ്റ് ആയല്ലോ. അമ്മയുടെ കൈ സഹായിയാണോ? അമ്മയുടെ കൈ സഹായി. വയ്യ, വേറെ എന്നെ വേണം കൊച്ചിനെ നോക്കി. ഓ പുറത്തു പോകല്ലേ? അപ്പൊ പോയിട്ട് വരുമ്പോ നമുക്ക് ഫ്രീ ആയിട്ടിരിക്കാം, എല്ലാം സെറ്റ് ചെയ്ത് പോവാണെങ്കിൽ. ഓക്കെ. എന്നിട്ട് എത്ര നേരമായി? 1 മണിക്കൂറായോ? ഹന്നമോളെ വേണ്ട ഒരുക്കി ശുണ്ടരിയാക്കി വെച്ചേക്കുന്നു. ചക്കിയാണ് ബ്യൂട്ടീഷ്യൻ. ചക്കി ചേച്ചിയാണ് ഹന്നമോളെ. വാവ്, നൈസ്. ഓക്കെ ഓക്കെ ഓക്കെ, പോവാം നമുക്ക്. ഇതെന്നാ നീ കാണുന്നേ? ഇത് ആദംകുട്ടിന് എന്നാ ഇപ്പൊ കാണിച്ചു വെച്ചേ? ചൊടി യശക്കുട്ടി ഇതെല്ലാം കാണുന്നുണ്ടോ? ഭയങ്കര കളിയാ അവിടെ. എടി നിന്റെ മേക്കപ്പ് ഒക്കെ ഇരിക്കുന്ന വഴിയടി, മേക്കപ്പ് സാധനമൊക്കെ വെച്ചേക്കണ വഴിയടി. ഇവിടെ എവിടെയോ നിറച്ച് മേക്കപ്പ് സാധനമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഒന്നും കൊണ്ടുവന്നിട്ടില്ല, എല്ലാം മേമയുടെ സാധനം കണ്ടോ. വിക്സ് ഒക്കെയാണോ? ആപ്പില് കണ്ടോ? പൊന്നെ യശക്കുട്ടിനെ തലയിൽ ഇതൊക്കെ വെച്ച് കൊടുത്തേക്കണോ നോക്ക്. ബാബാ ഇങ്ങോട്ട് ആണോ? ചേച്ചി അടിച്ചാണോ? ചേച്ചി അടിച്ചാണോ? സന്തോഷമായി ലൈറ്റ് ഇട്ട് കൊടുത്തപ്പോ. എന്നാ നീ പറഞ്ഞേ? പുട്ടി അടിച്ചോലെ ആകരുതെന്ന്. കുട്ടി ഇച്ചിരി ആയിപ്പോയി. സാരല്ല. മറ്റേ സിനിമയിലെ മറ്റേ ഇതില്ലേ നിവിൻപോളിയും എന്റെ കഴിവ് കൂടി പോയതേക്കാണോ? മറ്റേ ഏത് ചേച്ചി ബ്യൂട്ടീഷ്യൻ എന്ന് ചോദിച്ചോല. കൊള്ളാം. വലിയ സെറ്റപ്പ്. ഓക്കെ, അപ്പൊ നമ്മള് റെഡിയല്ലേ? പോവല്ലേ? പിള്ളേരെ റെഡിയാണോ? ക്ഷീണം ഒട്ടുമില്ലല്ലോ അല്ലേ? നമ്മളിന്ന് ക്ഷീണം പറയില്ല. റെഡിയാണോ? അതുകൊണ്ടും റെഡിയാണ്. ഹന്നമോൾ എവിടെ? ന്യൂ സ്റ്റൈലുമായിട്ട് ഹന്നമോൾ റെഡിയാണ്. ബാബാ കൈമാറി എടുക്കാനായിട്ട് സമ്മതിക്കണില്ലാന്നുള്ളതാണ്. ഞാൻ ഇവനെ എടുക്കുമ്പോ അവൻ കരയുന്നു. കമ്പനി ആവുന്ന ഫാമിലിയിലെ 3 കൊച്ചുമക്കൾ പെൺമക്കൾ പോകുന്നു അല്ലേ? അല്ലേടി ഇവര് 3 പേരല്ലേ ഗേൾസ് ഉള്ളൂ? പിന്നെ വരാൻ പോവല്ലേ ബേബി? ചിലപ്പോ ഒരാളും കൂടെ വരാൻ ചാൻസ് ഉണ്ട്.
പിള്ളേരാ. ബസ് കയറാൻ ഇഷ്ടമുണ്ടോ? എക്സൈറ്റിംഗ് ആണോ? നമ്മൾ എക്സൈറ്റിംഗ് ആണോ? എന്നാ? ഓ ബസ് എക്സൈറ്റിംഗ് ആണോ? ചെയ്യുമല്ലോ നമ്മളിങ്ങനെ ഇത്രയും ഹൈറ്റിലുള്ള ബസ് കയറിയിട്ട് പോലെ. നമ്മൾ കാരൻ ട്രിപ്പ് പോയപ്പോ കേറിയിട്ടുണ്ട്. ഓ ശരിയാ. ചക്കി പേടിച്ചു പോയോ? മുഖത്ത് തട്ടി പോലെ തോന്നി ചക്കി? ആണോ? പിന്നെ നമ്മൾ ഇവിടുത്തെ പോകുമ്പോ ഓക്കെ. അല്ല ഇത് റോങ് സൈഡ് അല്ല, ഇവിടെ ഇങ്ങനെയാ പോകുന്നത്, നമ്മുടെ നാട്ടിലെ പോലെയാ. അല്ല മേമ 3 വർഷം മുന്നേ ഇതുപോലൊരു റോഡ് ട്രിപ്പ് പോയതല്ല നമ്മള്. അതിന് ശേഷം പപ്പയില്ല, ജോണിക്കുട്ടിയില്ല, ബസ്സുകുട്ടി ആദ്യമായിട്ട് നമ്മുടെ കൂടെ. നമ്മൾ ഇവിടുത്തെ ബസ് എക്സ്പീരിയൻസ് ചെയ്തിട്ടോ പിള്ളേർ ഭയങ്കര ഹാപ്പിയായി. നമ്മളിവിടെ നിന്ന് താഴെ ടൗണിലോട്ട് പോവാം. തുള്ളി പോണോ നോക്കിയേ. ആൻ്റപ്പനും ജോണിക്കുട്ടിയും ദാവിയും കൂടെ ഉണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയേനെ അല്ലേ. പിന്നെ ഒരു പുതിയൊരാൾ ഓൺ ദി വേ ആണ്. ഇത് വന്നപ്പോഴേ ഇവർ തട്ടി വീണേ. അന്നപ്പോഴേക്കും ഇവിടുത്തെ ആൾക്കാർ ഭയങ്കര ജെന്റിലായിട്ട് എന്ത് കൺസേൺഡ് ആയിട്ടല്ലേ പിന്നെ അവർ മൈൻഡ് ഓ വീണു അത് കുഴപ്പമില്ല, തട്ടിട്ട് എഴുന്നേറ്റ് പൊക്കോന്നുള്ള രീതിയിൽ അവർ പറഞ്ഞിട്ട് പോകും. യേശുക്കുട്ടി എന്തിനാ കരയണേ? ഇത് കണ്ടോ നമ്മൾ ഇങ്ങോട്ട് പോവാ? കടയിൽ പോവാണോ? ഷോപ്പിൽ പോവാണോ? സമയത്ത് പീക്കിരികളെയൊക്കെ പറക്കിക്കൊണ്ട് വന്നു കഴിഞ്ഞിട്ട് അവസാനം ഒരു രക്ഷയില്ല. ഇതൊക്കെ അവസ്ഥ. എത്രയും പെട്ടെന്ന് ഓടി രക്ഷപ്പെടുക, തിരിച്ച് നമ്മൾ വീട്ടിലോട്ട് പോവാം. ബില്ലടച്ചില്ല കേട്ടോ, അവരിപ്പഴാണ് ഈ അവസ്ഥ. ഇന്ന് മൊത്തം യുദ്ധമായി പോയി, പിള്ളേരുടെ എണ്ണം തെറ്റിപ്പോയി. 4 എണ്ണം മേടിച്ചിടുന്ന ഒരാൾക്ക് ബാക്കിയായി. നമുക്ക് പോയാലോ? പോകാം കേട്ടോ. നല്ലാണോ? ജെലി ക്യാൻഡി സൂപ്പറാണോ? അവനെ ഞാൻ എടുക്കാം, അമ്മ എടുക്കാം. അതിലെ അവൽ മിൽക്ക് ഷേക്ക് ഉണ്ടല്ലോ, നമുക്കത് കഴിച്ചിട്ട് ബാക്കി. ആവൂ, ഒരു വലിയ പട കഴിഞ്ഞ അവസ്ഥയല്ലേ. അടുത്ത തവണ പിള്ളേരെല്ലാം ഓണാപ്പിനെ ഏൽപ്പിച്ചിട്ട് നമുക്ക് തന്നെ വരാം. തന്നെ പിള്ളേരൊക്കെ ആയിരുന്നു, കുഞ്ഞപ്പന്മാരാണ്. അതെ, വിശക്കുന്നുണ്ടായിരുന്നു, ഉറക്കം വരുന്നുണ്ടായിരുന്നു. മധുരക്കിഴങ്ങ് ഉണ്ടായിക്കൊണ്ട് വന്നു, ഡേറ്റ്സിൻ്റെ അവൽ ഷേക്ക്, മാംഗോ. ടേസ്റ്റ് ചെയ്ത് നോക്കിയോളൂ. നല്ല ഷേക്കൊക്കെ കഴിച്ചില്ല. നമുക്ക് പോയാലോ? ഫോട്ടോ എടുത്ത് എങ്ങനെ ഇരിക്കും? നമ്മൾ അപ്പം ഉണ്ടാക്കാനായിട്ട് പോവുകയാണ്. നമ്മളെ സഹായിക്കുന്ന ആരാണ്? ഇവിടുത്തെ കയ്യാള്, കുഞ്ഞി കൈ സഹായമാണ് എൻ്റെ പപ്പി. ചെറിയുള്ളിയൊക്കെ അരിഞ്ഞ് നമ്മൾ സ്ലൈസ്ഡ് കോക്കനട്ടൊക്കെ ചേർത്തിട്ട് എന്താ ഉണ്ടാക്കുന്നത്? ചുട്ടപ്പം ഉണ്ടാക്കും അല്ലേ? ചുട്ടപ്പം മറ്റേ സ്റ്റീൽ. ഓക്കെ. ഈ പള്ളിയിലല്ലേ നമ്മൾ പെസഹായിക്ക് പള്ളിയിൽ പോകാൻ വേണ്ടി വന്നാ കേട്ടോ. ഇത് ഇംഗ്ലീഷാണ്. കൂട്ടി കഴിഞ്ഞാൽ മേമയുടെ ടോണങ്ങളും എല്ലാവരും ഉണ്ട് വണ്ടിയിൽ. 2-3 ദിവസം ഉള്ളൂ എന്നുള്ളതിൻ്റെ ഒരു കുറവോളം അറിയിക്കില്ല കേട്ടോ. ഇപ്പോൾ 5 മിനിറ്റ് കടയിൽ നിന്ന് തിരിച്ചു വന്ന് അപ്പത്തിനുള്ളത് റെഡിയായി കഴിഞ്ഞിട്ട് പള്ളി പോണ സമയമായി. എല്ലാവരും റെഡി ആക്കിയിട്ട് പള്ളിയിലോട്ട്. എന്ത് രസമല്ലേ സ്കോട്ടിഷ് ചർച്ചൊക്കെ കാണാൻ. ട്രഡീഷണൽ ലുക്ക് കേട്ടോ. പിള്ളേരെ ബാൽക്കണിയിലാണ് കയറുന്നത് ആണോ? ഇപ്പം പാല് റെഡി ആയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഒഴിച്ചപ്പം റെഡി ആയിട്ടോ. മുന്തിരി പോലെയായിരിക്കും നിന്റെ മക്കൾ, നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈക് പോലെയായിരിക്കും. കർത്താവിന്റെ ഭക്തൻ ഇപ്രകാരം അനുഗ്രഹീതനാകും. കർത്താവ് സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കട്ടെ. നിന്റെ ആയുഷ്കാലം അത്രയും നിന്റെ ജനസിനും നിന്റെ ഐശ്വര്യം കാണും. മക്കളുടെ മക്കളെ കാണാൻ നിങ്ങൾക്ക് ഇടവരട്ടെ. ഇസ്രായേലിന് സമാധാനം ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവായ യേശുവിനെ സ്തുതി. അപ്പം പള്ളിയിലൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ചൂലും പരിപ്പൊക്കെ മാറ്റി പള്ളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ വേണ്ട തന്നെത്താൻ അപ്പമൊക്കെ മുറിച്ച് കഴിച്ച് കിടക്കാൻ പോവാം കേട്ടോ. നല്ല ക്ഷീണമായിട്ടുണ്ട്, കിളി പറഞ്ഞിരിക്കുവാണ്. അപ്പം ഈ വീഡിയോ നമ്മളിങ്ങനെ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത ദിവസം നല്ല വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ബൈ.